നമസ്കാരം. UK വാർത്തകളിലേക്ക് സ്വാഗതം. ബ്രിട്ടനിലും അയർലൻഡിലുമായി 4 വർഷത്തിനുള്ളിൽ 200 പുതിയ ബ്രാഞ്ചുകൾ തുറക്കാൻ മക്ഡൊണാൾഡ്സ്. £1 മില്യൺ വികസന പദ്ധതിയാണ് ലോകത്തെ ഏറ്റവും വലിയ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ് ശൃംഖലയുടെ ലക്ഷ്യം. ഡ്രൈവ് ത്രൂ, നോൺ ഡ്രൈവ് ത്രൂ വിഭാഗങ്ങളിലാണ് ശൃംഖലയുടെ വിപുലീകരണം. ഇതോടെ ഇരു രാജ്യങ്ങളിലുമായി മക്ഡൊണാൾഡ്സ് റെസ്റ്റോറൻറ്റുകളുടെ എണ്ണം 1700 ഉയരും. 24,000 പുതിയ ജോലികൾ ഈ വികസന പദ്ധതിയിലൂടെ സൃഷ്ടിക്കാനാവുമെന്നാണ് മക്ഡൊണാൾഡ്സ് UK അയർലൻഡ് മേധാവി അലിസ്റ്റർ മാർക്കോ വ്യക്തമാക്കി. ഈ വാർത്തകൾ കേൾക്കുന്നതിനോടൊപ്പം ഈ ചാനൽ എല്ലാവരും ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക. UK ജനങ്ങളെ കാത്തിരിക്കുന്നത് നികുതി വർധനവിന്റെ കാലം. ഒക്ടോബർ ബഡ്ജറ്റിൽ നികുതികൾ വർദ്ധിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് റേച്ചൽ റീവീസ്. ബ്രിട്ടന്റെ സാമ്പത്തിക രംഗം മോശമാണെന്ന് പലതവണ ലേബർ ഗവൺമെന്റും ചാൻസലറും ആവർത്തിച്ചെങ്കിലും G7 രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള രാജ്യം ബ്രിട്ടനാണെന്ന് കണക്കുകൾ പുറത്തു വന്നതിന് ഈ വാദങ്ങൾ ഖണ്ഡിച്ചിരുന്നു. 2024 ആദ്യ പകുതിയിൽ പ്രതീക്ഷിച്ചതിലും ഉയർന്ന വളർച്ച നേടിയാലും ഖജനാവിലെ പോരായ്മ പരിഹരിക്കാൻ മതിയാവില്ലെന്നാണ് റീവീസിന്റെ വാദം. ഇതിനു പുറമെ ചിലവുകൾ ചുരുക്കിയതും ബെനിഫിറ്റുകൾ നൽകുന്നതിന് കടുത്ത നിയന്ത്രണങ്ങൾ വരുത്തുകയും ചെയ്യും. സമ്പദ് വ്യവസ്ഥ വളർച്ച നേടിയെങ്കിലും ഇത് പൊതുഖജനാവിന് കാര്യമായി ഗുണം ചെയ്തിട്ടില്ലെന്നാണ് ട്രഷറി പറയുന്ന ന്യായം. കടമെടുപ്പ് ചെലവുകൾ ചുരുക്കാൻ ആശുപത്രികൾ നിർമ്മിക്കുന്നത് ഉൾപ്പെടെ ടോറി ഗവൺമെന്റിന്റെ പല പദ്ധതികളും ചാൻസലർ നിർത്തിവെച്ചിരുന്നു. എന്നാൽ ഒക്ടോബർ 30 അവതരിപ്പിക്കുന്ന 2010 ശേഷമുള്ള ലേബറിന്റെ ആദ്യ ബഡ്ജറ്റിൽ കാര്യങ്ങൾ കൂടുതൽ കടുപ്പിക്കുമെന്ന് തന്നെയാണ് ട്രഷറി വ്യക്തമാക്കുന്നത്. നഴ്സിംഗ് മിഡ്വൈഫറി രംഗത്തുള്ളവർക്ക് ഗ്രാന്റിന് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം. £2,500 വരെ തുക ഗ്രാന്റായി ലഭിക്കുമെന്ന് RCN ഫൗണ്ടേഷൻ അറിയിച്ചു. നേഴ്സ്, മിഡ്വൈഫ്, സപ്പോർട്ട് വർക്കർ എന്നീ മേഖലയുള്ളവർക്കാണ് ഗ്രാന്റ് ലഭിക്കും. 2024 ഒക്ടോബർ 18 വരെയാണ് അപേക്ഷാ തീയതി. RCNന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ്. വീഡിയോയിലും കമന്റിലും ഡിസ്ക്രിപ്ഷനിലും RCNന്റെ വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, CPD, പരിശീലന കോഴ്സുകൾ, കൂടുതൽ ബിരുദത്തിനായിട്ടുള്ള പഠനം എന്നിങ്ങനെ തൊഴിലിലെ ഉയർച്ചയ്ക്ക് ഈ തുക ഉപയോഗിക്കാം. നഴ്സിംഗ് പഠനത്തിൽ ഉദ്ദേശിക്കുന്ന ഏതൊരു വിഷയത്തിലും ബിരുദമെടുക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ ബിരുദത്തിൽ ഫസ്റ്റ് അല്ലെങ്കിൽ 2:1 നേടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് £2,500 ഗ്രാന്റ് ലഭിക്കും. രജിസ്റ്റർ ചെയ്ത പ്രൊഫഷണലുകൾക്ക് £1,600, നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് £2,500 ഗ്രാന്റായി നൽകുക. എല്ലാ വർഷവും നൽകി വരുന്ന ഈ വാർഷിക ശരത്കാല എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഗ്രാന്റിനായി ഇപ്പോൾ അപേക്ഷിക്കാം. 2025 പഠനം ആരംഭിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഗ്രാന്റ് കിട്ടും. UK ചൂഷണത്തിന് വിധേയമാകുന്ന വിദേശ കേഡർ ജീവനക്കാരുടെ എണ്ണത്തിൽ 6 മടങ്ങ് വർധന രേഖപ്പെടുത്തി. കഴിഞ്ഞ 3 വർഷത്തിനിടെയാണിത്. റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് നൽകുന്ന ഡേറ്റ പ്രകാരം 2023-24 വർഷത്തിൽ തങ്ങളെ കേഡർ ജോലിക്കാർ 134 തവണ ബന്ധപ്പെട്ടതായി വ്യക്തമാക്കുന്നു. ജോലി ഉപേക്ഷിച്ചാൽ വിസ പ്രോസസ്സിംഗ് ഉൾപ്പെടെ ചിലവാക്കിയ തുകയ്ക്ക് സമാനമായി വലിയ തോതിൽ പണം എംപ്ലോയർമാർ ആവശ്യപ്പെട്ടാണെന്നാണ് ഇവർ അറിയിച്ചത്. ബ്രിട്ടീഷ് കേഡർ സിസ്റ്റം കുടിയേറ്റക്കാരെ വ്യാപക ചൂഷണത്തിന് ഇരയാക്കുന്നതിന് പുതിയ തെളിവുകളാണ് ഈ കണക്കുകൾ. 3 വർഷം മുമ്പ് കേവലം 72 പരാതികൾ ലഭിച്ച സ്ഥാനത്ത് ഈ കുതിപ്പ്. വിദേശത്ത് നിന്നും റിക്രൂട്ട് ചെയ്യുന്ന കെയർമാരെ കടുത്ത ചൂഷണത്തിനാണ് വിധേയമാക്കുന്നത്. £10,000 വരെ തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് കേസുണ്ട്. എതിർത്താൽ നാട് കടത്തുമെന്ന് ഭീഷണിയുള്ളതായി RCN ജനറൽ സെക്രട്ടറി നിക്കോളോ റേഞ്ചർ പറയുന്നു. കിമിയെ ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന UK മലയാളി യുവതി അന്തരിച്ചു. UK മെയ്ഡ്സ്റ്റോണിൽ കുടുംബവുമായി താമസിച്ചിരുന്ന എറണാകുളം സ്വദേശി ബിന്ദു വിമലയാണ് മരിച്ചത്. 2 വർഷമായി ചികിത്സയിരുന്ന ബിന്ദു കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടെ മെയ്ഡ്സ്റ്റോൺ ഹോസ്പിറ്റലിൽ വെച്ചാണ് മരിച്ചത്. ടൺബ്രിഡ്ജ് വെയിൽസ് ഹോസ്പിറ്റലിലെ കാറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരിയായിരുന്നു ബിന്ദു. മെയ്ഡ്സ്റ്റോൺ ഹോസ്പിറ്റൽ, ലണ്ടൻ കിങ്സ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ ആയിരുന്നു ബിന്ദുവിന്റെ ചികിത്സ നടത്തിയിരുന്നത്. ചികിത്സയുടെ ഭാഗമായി ബോൺമാരോ മാറ്റിവെക്കാനും ശ്രമം നടന്നിരുന്നു. ഭർത്താവ് വിമൽകുമാർ, ഉത്തര വിമൽ, കേശവ് വിമൽ എന്നിവരാണ് മക്കൾ. സംസ്കാരം പിന്നീട്. UK പേഴ്സ്റ്റണിൽ താമസിക്കുന്ന ഇടുക്കി സ്വദേശി ജീവനൊടുക്കി അനിൽ ജോയിയായിരുന്നു മരിച്ചത്. ലങ്കൻഷെയർ ആൻഡ് സൗത്ത് കുംഭിയ NHS ഫൗണ്ടേഷൻ ട്രസ്റ്റ് ജീവനക്കാരനാണ് അനീഷ്. ഇടുക്കി കട്ടപ്പന സ്വദേശിയാണ്. ഭാര്യ ടിൻഡു അഗസ്റ്റിൻ NHS നഴ്സാണ്. ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തിയിരുന്നു. ഇന്നലെ വൈകിട്ടോടെ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ പോലീസിനെ അറിയിച്ചപ്പോഴാണ് അനീഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി.